മനസ്സേ ശാന്തമാകൂ എന്ന ഈ സീരീസിൻ്റെ ഭാഗമായ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. മനസ്സേ ശാന്തമാകൂ എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലൊക്കെ മാധ്യമങ്ങൾ, അതിപ്പം ടി വിയോ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, സോഷ്യൽ മീഡിയ ആകാം, യൂട്യൂബ് ആകാം, ഇൻ്റർനെറ്റ് ആകാം, അതുപോലത്തെ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ, ചില സ്വാധീനങ്ങളൊക്കെ അപകടകരമാണ്, ചില കാര്യങ്ങളൊക്കെ വളരെ എഡ്യൂക്കേറ്റീവാണ്, നല്ലതാണ്. എന്നാൽ അതിലൊരു മാർഗനിർദ്ദേശം കിട്ടുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് കൈവിട്ട് പോകുന്ന അവസ്ഥയിൽ നമ്മൾ അകപ്പതിച്ച് പോകുന്നതിൽ നിന്ന് നമ്മളെ വിലക്കിയേക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കുറച്ചാൾ മുമ്പ് കേരളമൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല, ഒരു ഭയങ്കര വയലൻസ് ഉള്ളൊരു സിനിമ. ഭയങ്കര വയലൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അമ്മാതിരി കൊലപ്പെടുത്തുന്ന, അങ്ങ് ബ്രൂട്ടാലിറ്റിയുടെ അങ്ങേയറ്റം പൈശാചികതയെ ഹീറോവൽക്കരിക്കുന്ന ഒരു സിനിമ. അപ്പം അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം തുരുതുരാന്ന് കേരളത്തിൽ കൊലപാതക പരമ്പര. 5 പേരെ കൊലപ്പെടുത്തുന്നു, 3 പേരെ കൊലപ്പെടുത്തുന്നു, മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു, കൊലപാതകം. പിന്നെ നമ്മൾ കേട്ടു ചില ആളുകൾ ഈ സിനിമയ്ക്കെതിരെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അവരെല്ലാം പറഞ്ഞത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണെങ്കിൽ ആരാണെങ്കിലും കൊള്ളാം, നമ്മൾ ഈ ഒരു കാര്യത്തെ കേട്ട് മനസ്സിലാക്കുന്നതിൻ്റെ 10 മടങ്ങായിട്ട് ഒരു കാര്യം നമ്മൾ കാണുമ്പം നമ്മുടെ മനസ്സിലോട്ടത് പതിയും. അത് സ്ഥിരമായിട്ട് കണ്ടാൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യും. മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖയുണ്ട്, ബിഹേവിയറിസം എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനഃശാസ്ത്ര പഠനശാഖ. ഈ ആൽബർട്ട് ബന്ദുര എന്നു പേരുള്ള ഒരാൾ ഒരിക്കലൊരു പരീക്ഷണം നടത്തി, കുട്ടികളിലാണ്. അത് ഞാനതിനെ ഇച്ചിരി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്ന് പറയാൻ ശ്രമിക്കാം. ഒരു ഉദാഹരണം പോലെ ഞാനൊന്ന് ചിത്രീകരിക്കുകയാണ്. ചെറിയ ക്ലാസ്, ഉദാഹരണത്തിന് ഒരു 5 വയസ്സ് അത്രയൊക്കെ പ്രായമുള്ള 1-ാം ക്ലാസ്സിൽ UKG ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. ഇങ്ങനെയുള്ള 2 ക്ലാസ്സുകളെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ചുമന്ന ടീഷർട്ട് കൊടുക്കുകയാണ്, അടുത്ത ക്ലാസ്സിലെ കുട്ടികൾക്ക് പച്ച ടീഷർട്ട് കൊടുക്കുക, ഈ കുട്ടികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി. എന്നിട്ട് ചുമന്ന ടീഷർട്ട് ധരിച്ച ഈ കുട്ടികളെ ഒരു വീഡിയോ കാണിക്കുകയാണ് ക്ലാസ്സിൽ. വീഡിയോയിൽ അവരുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. അതിനകത്ത് ഇച്ചിരി പൊക്കമുള്ള ടൈപ്പ്, നമ്മളിങ്ങനെ ഒരു ഇടി ഇടിച്ചാൽ ഇങ്ങനെ പോയിട്ട് തിരിച്ചിങ്ങനെ വരുന്ന ടൈപ്പ് ഈ ഡോളുണ്ടല്ലോ, ബോബോ ഡോൾ, അത് വെച്ചിരിക്കുക. അപ്പം പച്ച നിറത്തിൽ ഉടുപ്പിട്ട പിള്ളേർ കണ്ട വീഡിയോ, കുറേ കുട്ടികൾ അങ്ങോട്ട് ചെല്ലുന്നു, ഈ ബോബോ ഡോൾസിനെ എല്ലാം താലോലിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അതിനെ ക്ലീൻ ചെയ്യുന്നു, അതിനെ ശുശ്രൂഷിക്കുന്നു, അതിനെ സ്നേഹിക്കുന്നു. റെഡ് ടീഷർട്ട് ഇട്ട കുട്ടികളെ കാണിച്ച വീഡിയോയിൽ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് കുറേ വടിയൊക്കെ തപ്പിയെടുത്തുകൊണ്ട് വന്ന് ഈ ഡോൾസിനെ ആട്ടിച്ച് കുത്തി പൊട്ടിച്ച് പഞ്ചറാക്കി, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടുന്നു. ഈ വീഡിയോ, 2 തരത്തിലുള്ള വീഡിയോ ഈ 2 ടൈപ്പ് കുട്ടികളെ കാണിച്ചേച്ച് ഈ 2 ക്ലാസ്സിലെയും കുട്ടികളെ ഒരുപോലെ ഗ്രൗണ്ടിലോട്ട് വിട്ടു. ശരിക്കും ആ ഗ്രൗണ്ടിൽ ഈ ബോബോ ഡോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച, ചുമന്ന ടീഷർട്ട് ഇട്ട കുട്ടികൾ വടി തപ്പുകയാണ് ഇതിനെ ആടിച്ച് പഞ്ചറാക്കാൻ വേണ്ടി. ഇവർ വടിയും തപ്പിക്കൊണ്ട് വരുമ്പോൾ പച്ച ടീഷർട്ട് ഇട്ട കുട്ടികൾ ഈ ബോബോ ഡോൾസിനെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. അവരിതിനെ കെട്ടിപ്പിടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അതായത് തെളിയിക്കപ്പെട്ടൊരു സത്യം എന്താണെന്ന് കേൾക്കണം.
3 വാക്കുകൾ ഇംഗ്ലീഷിലാണ്. അറ്റൻഷൻ, റിറ്റൻഷൻ, റീപ്രൊഡക്ഷൻ. അതായത് നിങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അതിനെ മനസ്സിൽ സംഗ്രഹിക്കുന്നു, അത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ കൊണ്ടുവരുന്നു. ഇതാണ് നിങ്ങളുടെ സ്വഭാവം. ഇങ്ങനെയാണ് സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈ WWW മറ്റേ റെസ്ലിംഗ് ചാനൽ 10-12 വയസ്സുള്ള ആൺപിള്ളേർ ഒരു 10 പേരെ ഇരുത്തിയിട്ട് ടി വിയിൽ അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആ റൂം അടച്ച് പുറത്ത് നോക്കൂ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കയറി വാ, ലൈവായിട്ട് റെസ്ലിംഗ് നടക്കുന്നതാണ്. കാരണം ഇത് കാണുമ്പം ഇത് പ്രാക്ടീസ് ചെയ്യാനൊരാവേശമുണ്ട്. അപ്പം നമ്മുടെ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ ഏത് മീഡിയ ആണെങ്കിലും നമ്മളിലൊക്കെ ഇത് ചെലുത്തുന്ന സ്വാധീനം അതിഭീകരമാണ്, അതിഭയാനകമാണ്. ഞാനതിൻ്റെ പോസിറ്റീവ് സൈഡ് വിസ്മരിച്ചുകൊണ്ടൊന്നും അല്ല പറയുന്നത്. കുറേ എഡ്യൂക്കേറ്റീവാണ്, കുറേ തിരിച്ചറിവുകൾ കിട്ടുന്നു, കുറേ പഠിക്കാൻ പറ്റുന്നു, ലോകം മുഴുവനും വിരൽ തുമ്പിലാകുന്നു, അതെല്ലാം സമ്മതിച്ചു. അതൊക്കെ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല, അത് നമുക്കറിയാം, നമ്മൾ എൻജോയ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമാകേണ്ട ആവശ്യം ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് തിരിച്ചറിയാത്തതുകൊണ്ടാണല്ലോ. അതുകൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് ഞാൻ കൂടുതൽ പ്രാധാന്യത കൊടുത്ത് സംസാരിക്കുന്നത്. ഞാനൊരു ദിവസം ഒരു കല്യാണത്തിന് സ്റ്റേജിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ വേദി സദസ്സിൽ നമ്മുടെ കുറേ ആൾക്കാരവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചു കുട്ടി, ഈ കുഞ്ഞു കൊച്ചിനെ എടുത്തുകൊണ്ട് ഈ അമ്മ ഈ കൊച്ചിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ പുറകിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അമ്മ അവിടെ പുറകിൽ പോയിരുന്ന് ഈ കൊച്ചിനെ നമ്മൾ സാധാരണ അമ്മമാർ ചെയ്യുന്ന പോലെ ആ മേശയിലോട്ട് അങ്ങ് കമിഴ്ത്തി കിടത്തി. എന്നിട്ട് ഇവൻ്റെ 2 കൈയും ലോക്ക് ചെയ്തു, ഇങ്ങനെ പിടിച്ചു. അവൻ്റെ 2 കാലും എടുത്ത് കഷത്തിലോട്ട് വെച്ചു. അപ്പോൾ കൊച്ചിൻ്റെ കൈയും കാലും ലോക്കായി. ഇനി അടുത്തത് ഈ കുറുക്ക് സ്പൂണിലെടുത്തിട്ട് ഇവനെ തീറ്റണം. ഈ വായിലേക്ക് കൊണ്ടുപോയാൽ ഇവനാണെങ്കിൽ വാ തുറക്കത്തില്ല. ഈ അമ്മ പഠിച്ച പണി 18 ചെയ്തു, ചെറുക്കൻ വാ തുറക്കത്തില്ല. അപ്പോൾ ഈ കഷ്ടപ്പാട് കണ്ട് ഞാൻ നോക്കുമ്പോൾ ഭർത്താവ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അവസാനം ഭർത്താവിന് മനസ്സിലായി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഭർത്താവ് എഴുന്നേറ്റു. അവിടം വരെ നടന്ന് ചെന്ന സമയം കൊണ്ട് പുള്ളി ഫോൺ എടുത്തു, അതിലിങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ടോമാഞ്ചറി എടുത്തതാണ്. അപ്പോൾ ഭർത്താവ് അവിടെ ചെന്നു, കൊച്ചിൻ്റെ മുമ്പിലോട്ട് ഇങ്ങനെ ഫോണിങ്ങനെ പിടിച്ച് കാണിച്ചു. അടുത്ത 5 മിനിറ്റ് കൊണ്ട് കുറുക്ക് കാലിയായി. കൊച്ച് തിന്നത് പോലും കൊച്ചറിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ആ കൊച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ കാണണം. നമ്മുടെ പിള്ളേർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ TV കാണണം. ഒരു ചോദ്യം കൂടെ ഉണ്ട്, TV-യിൽ എന്ത് കാണുന്നു? pre-KG പഠിക്കുന്ന കൊച്ച് കാണുന്നത് ടോം ജെറിയെ പ്ലേറ്റ് വെച്ചറിഞ്ഞു. അപ്പോൾ ജെറി അടുത്ത് കിടന്നൊരു കമ്പെടുത്ത് പ്ലേറ്റിനിട്ട് അടിച്ചു. അപ്പം ക്രിക്കറ്റിൽ 6 അടിക്കുന്ന പോലെ പ്ലേറ്റ് പറന്ന് ചെന്ന് ആ വീട്ടിലെ ആൻറ്റിയുടെ നെറ്റത്ത് കൊണ്ടു, നെറ്റി വീർത്തു. അപ്പോൾ ജെറി ടോമിനെ ഓടിച്ചു, ടോം ജെറിയെ ഓടിച്ചു. ജെറിയെ പിടിച്ച് കെട്ടിയിട്ട് ജെറിയെ മേശയുടെ അടിയിൽ വെച്ച് അമക്കി. വയലൻസ് വയലൻസ് വയലൻസ്. ഈ കുട്ടിയുടെ അകത്ത് എന്നെ ആരെങ്കിലും ഒന്ന് തോണ്ടിയാൽ, എന്നെ ആരെങ്കിലും ഒന്ന് ഉപദ്രവിച്ചാൽ അടുത്തതെന്താണ്? കൈ കിട്ടുന്ന വെച്ച് താങ്ങുക. ഇതല്ലേ ആ മനസ്സിന് കിട്ടിയ ഓറിയൻറ്റേഷൻ? അതിനേക്കാളും ഭീകരമാണ് നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഗെയിം. എന്തെല്ലാം തരത്തിലുള്ള ഗെയിമുകളാണ്! പ്രത്യേകിച്ച് PUBG ഗെയിം, കോൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ, അങ്ങനെ ഒരു ലിസ്റ്റ്. അതിനകത്ത് എന്താ നടക്കുന്നതെന്നറിയാമോ? മാതാപിതാക്കൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. എൻ്റെ അടുത്തൊരു അപ്പനും അമ്മയും കൂടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുമായിട്ട് കൗൺസിലിങ്ങിന് വന്നു.
പറയുന്നത് എന്നാന്ന് വെച്ചാൽ അപ്പൻ ഗൾഫിലാണ്, അമ്മയാണ് ഈ കൊച്ചിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൻ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ഫോണും എടുത്ത് റൂമിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ അമ്മ പറഞ്ഞത്, ഇവൻ 4 മണിക്ക് വന്നിട്ട് ഈ ഫോണും എടുത്ത് ഈ ഗെയിം കളി തുടങ്ങിയതാണ്. വെട്ടിവെച്ച് കൊല്ലുക ആൾക്കാരെ. ഇവൻ വിരൽ ഞെക്കുന്നതിനനുസരിച്ച് തോക്കിൽ നിന്ന് വെടിയുണ്ട പാഞ്ഞു വരും. അത് അവൻ കണ്ണി കാണുന്നവരല്ല, ഇവൻ്റെ എനിമീസാണ്. അവരെല്ലാം നശിപ്പിക്കലാണ് ഇവൻ്റെ ജോബ്. അപ്പോൾ ആ കയറി വരുന്ന ആളുടെ തല തുളച്ച വെടിയുണ്ട രക്തം ചീറ്റിത്തെറിക്കുന്നു. ആളിങ്ങനെ എന്നും പറഞ്ഞ് താഴെ വീഴുന്നു. എന്ന് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ 3-4 പേര് ഒരുമിച്ചാണ് ഈ കളിക്കുന്നത്. അപ്പം മറ്റവർ അതുകൊണ്ട് ആ സൈഡിലൂടെ വരുന്നുണ്ടറാ, ആ മതിലിൻ്റെ അപ്പുറത്തോടെ ഒരുത്തം വരുന്നുണ്ടറാ, തീർക്കടാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടത്തിൽ പ്രൈസ്തലോട് സ്തോത്രമൊന്നും പറയത്തില്ല, നല്ല തെറിയേ പറയത്തുള്ളൂ. അപ്പോൾ ഇത് ഈ കൊച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ, എൻ്റെ കൊച്ച് എവിടെ നിന്നാണ് ഈ ഇംഗ്ലീഷ് തെറി മുഴുവൻ പറയുന്നതെന്ന് എനിക്കറിയില്ല, സ്കൂളിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും. പക്ഷേ സ്കൂളിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. വേറെ എവിടെ നിന്നല്ല, ഈ പബ്ജി കളിക്കുമ്പോൾ കൂട്ടത്തിൽ കളിക്കുന്നവന്മാർ പറയുന്ന തെറിയത്. അപ്പോൾ ഇവൻ 4 മണിക്ക് കളിക്കാൻ കയറിയിട്ട് 6:30 ഇപ്പോൾ ഈ അമ്മയെന്ന് പറഞ്ഞു, എടാ നീ ആ ചായയെങ്കിലും ഒന്ന് കുടി, ഡ്രസ്സ് മാറ്. 8 മണിയായി, എടാ നീ ഒന്ന് കുളിക്കുക, ഒന്ന് എഴുന്നേക്ക്. 9 മണിയായി. 4 മണിക്ക് ഇരുന്ന ചെറുക്കനാണെന്ന് ഓർക്കണം. ബാത്റൂമിൽ പോയിട്ടില്ല, ഡ്രസ്സ് മാറിയിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, പഠിത്തം പിന്നെ നോക്കണ്ടല്ലോ. അപ്പോൾ ഈ അമ്മ പറഞ്ഞത്, എൻ്റെ സാറേ എൻ്റെ കൺട്രോൾ മുഴുവൻ പോയി. ഞാൻ അങ്ങോട്ട് ആ റൂമിലേക്ക് ഇങ്ങോട്ട് ഇരച്ച് കയറി ചെന്നേച്ചാൽ അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ ഇങ്ങനെ തട്ടിപ്പറിച്ച് മേടിച്ചു. എടാ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റലോടാ, ഇത്തോരും തവണ പറയണോടാ, നിനക്ക് പഠിക്കാനില്ലടാ, 9ാം ക്ലാസ്സിലല്ലേടാ, അടുത്ത വർഷം നീ 10ലേക്ക് കയറാനോ. ഇതിങ്ങനെ ശകാരിക്കുമ്പം ഇവൻ്റെ കണ്ണ് മുഴുവൻ സ്ക്രീനിലേക്കാണ്. അപ്പോൾ ഇവൻ ഇനാക്റ്റീവായിട്ട് നിന്നതുകൊണ്ട് ഇവന് വെടികൊണ്ടു. അപ്പോൾ ഇവൻ്റെ കഥാപാത്രം, ഇവൻ്റെ ഐക്കൺ, അതായത് ഇവനെ വെടിവെച്ച് വീഴ്ത്തി. അപ്പോൾ ഇത് സംഭവിച്ചത്, ഈ അമ്മ പറയുന്നത്, ഈ ചെറുക്കൻ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ അലറിക്കൊണ്ട് എൻ്റെ നേരെ വന്ന് എന്നെ പിടിച്ച ഒറ്റ ഉന്താണ്. ഞാൻ തല ചുമരിലേക്ക് അടിച്ചാണ് താഴെ വീണത്. അടുത്തത് ഇവനങ്ങ് തിരിയുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ കസേരയെടുത്ത് തന്നെ അടിക്കാൻ പോവാണ്. ഞാൻ എഴുന്നേറ്റ് തപ്പി പിടിച്ച റൂമിൽ നിന്ന് ഇറങ്ങി ഓടി എൻ്റെ റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അപ്പം തന്നെ ഹസ്ബൻഡിനെ വിളിച്ചു, മതി നിങ്ങളുടെ ജോലി, എനിക്കിഞ്ഞി ഈ ചെറുക്കനെ ഒന്നും പാരൻറ്റിങ് നടത്താൻ പറ്റത്തില്ല, നിങ്ങൾ നാളെ തന്നെ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് പോന്നേക്കണം എന്നും പറഞ്ഞ് അങ്ങനെ ഭർത്താവിനെ വരുത്തി അപ്പനും അമ്മയും കൂടെ മോനെയും കൊണ്ട് വന്നിരിക്കുക. അതായത് നമ്മൾ ഈ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്ന എന്തൊക്കെയാണ് മൂല്യങ്ങളല്ലേ. മൂല്യങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ ക്ഷമാശീലം, സഹനം, വിട്ടുവീഴ്ച മനോഭാവം, സ്നേഹം. ഈ പബ്ജിയും ഫ്രീ ഫയറും കോൾ ഓഫ് ഡ്യൂട്ടിയും ഒക്കെ കളിക്കുന്ന കൊച്ചിൻ്റെ തലയിൽ കൂടെ പോകുന്ന എന്താ? സ്നേഹമാ? വിട്ടുവീഴ്ച മനോഭാവം? കണ്ണി കണ്ടവരെല്ലാം വെടിവെച്ച് പോലെ കൊല്ലുന്നതിനനുസരിച്ച് അവന് ബാഡ്ജിൻ്റെ എണ്ണം കൂടും, പുതിയ വെപ്പൺസ് കിട്ടും. അതവന് മോട്ടിവേഷനാണ് കൂടുതൽ പേരെ കൊല്ലാൻ. കൊന്ന് 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 ശീലിക്കുന്ന തലമുറകൾക്ക് എന്തെങ്കിലും ഒരു വയലൻസ് ഉണ്ടായാൽ ഒരാളെ അടിച്ച് കൊല്ലാനൊന്നും ഒരു മനസാക്ഷി കുത്തുമില്ലെന്ന്. 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർ ചേർന്ന് ഒരു 9ാം ക്ലാസ്സുകാരനെ അടിച്ച് ബോധം കെടുത്തി 3 മാസമാണ് അവൻ ഹോസ്പിറ്റലിൽ കിടന്നത്. ദേഹം മുഴുവനും ബ്ലഡ് കലച്ച് കിടക്കുമായിരുന്നു. കാരണം എന്താ? ഇവൻ്റെ ക്ലാസ്സിലെ ഒരു പെങ്കൊച്ചിനോട് മിണ്ടരുതെന്ന് മറ്റവൻ ഓർഡർ ഇട്ടു. അപ്പോൾ ഇവനോട് ചോദിച്ചു, എന്താടാ നീ മിണ്ടാത്തെ? അവൻ പറഞ്ഞിട്ടുണ്ടോ നിന്നോട് മിണ്ടരുതെന്ന്? അവനെൻ്റെ പുറകെ നടക്കാൻ തൊട്ട് കുറേ ആയി, പോയി പണി നോക്കാൻ പറയണ്ട, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, നമുക്ക് മിണ്ടാം. ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുന്ന അവൻ കണ്ടു. ഇത്രയേ ഉണ്ടായുള്ളൂ. ഇവനെ വലിച്ചഴച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി 5-6 പിള്ളേർ നിന്ന് അടിച്ചടിച്ച് ആ ചെറുക്കൻ മരിക്കാതെ ജീവനോടെ നിന്നത് ഭാഗ്യം. കേട്ടില്ലേ ഈ ഇടയ്ക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ഒരുത്തനെ കൊന്നത്? ഇതൊക്കെ നമ്മൾ വിചാരിക്കും 15 വയസ്സ്,
കുട്ടി. ഇവിടെ 15 വയസ്സുകാരൻ എങ്ങനെയാണ് ഈ ക്രൂരത പറ്റുന്നത്? ഉത്തരം, ഈ 15 വയസ്സുകാരൻ ഈ ക്രൂരത 100 കണക്കിന് തവണ റിഹേഴ്സൽ ചെയ്തു. ഇനി ഞാൻ ഒരു കാര്യം കൊണ്ട് നിങ്ങളോട് പറയാം. ഒരുപക്ഷെ നിങ്ങൾക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും പറയുന്ന ഒന്ന് കേൾക്ക്. ഞങ്ങളുടെ ചർച്ചിൽ ജയിലിൽ കിടന്നപ്പോൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട, ഇപ്പം അങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, ക്രിമിനൽ പശ്ചാത്തലമുള്ള, ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ട് അങ്ങനെ ക്രിസ്തുവിനെ അറിഞ്ഞു വന്ന ഒരു സംഘം ആളുകൾ ഒരു ആണ്ടവസാന മീറ്റിങ്ങിന് വന്നു. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തർ അവരുടെ സാക്ഷ്യം പറയുകയാണ്. അവരെങ്ങനെ ക്രിസ്തുവിലായി, എങ്ങനെ ഈ രൂപാന്തരം ഉണ്ടായെന്നൊക്കെ പറയുകയാണ്. കൂട്ടത്തിലൊരു വ്യക്തി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ ഭയങ്കര സ്വാധീനിച്ചു. അയാൾ പറയുക, പുള്ളിയുടെ ചെറുപ്പത്തിലെ പുള്ളി അപ്പനും തമ്മിൽ അത്രയ്ക്ക് നല്ല ബന്ധമില്ലായിരുന്നു. കാരണം അപ്പൻ തല്ലുകാരൻ, കുട്ടിയൻ, വീട്ടിനകത്ത് ഭീകരാന്തരീക്ഷം, ഈ ചെറുക്കനെ കണ്ടമാനം ഉപദ്രവിക്കും, കൊല്ലുമെന്ന് തോന്നിയപ്പം ഇവൻ്റെ അമ്മ ഇവനെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അപ്പോൾ അങ്ങനെ അവൻ ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് അവനായിട്ടൊരു ഫ്യൂച്ചർ ബിൽഡപ്പ് ചെയ്യുകയാണ്. പക്ഷേ അവൻ്റെ എല്ലാ പരാജയങ്ങൾക്കും കാരണം അവൻ്റെ അപ്പനാണെന്ന് നല്ല ദേഷ്യമുണ്ട് ഇവൻ്റെ മനസ്സിൽ. ഈ പുള്ളി പറയുക, ഒരു ദിവസം ടി വിയിൽ കൂട്ടുകാരുടെ കൂടെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം ആ സിനിമയിലെ നായകൻ ആ സിനിമയിലെ അപ്പനോട് കടുത്ത പ്രതികാരം ചെയ്യുന്നത് കണ്ടു. മകൻ അപ്പൻ ഇങ്ങോട്ട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും തിരിച്ച് കഠിനമായ പ്രതികാരം ചെയ്യുന്ന സീൻ കണ്ടു. ഈ പുള്ളി പറയുക, ആ സീൻ കണ്ടപ്പം എൻ്റെ തലയ്ക്കകത്തോടൊരു പെരുപ്പ് ഉണ്ടായി. ആ നിമിഷം അപ്പനെ കൊല്ലാൻ തീരുമാനിച്ചു. പുള്ളി ചെന്നു, അപ്പനെ കൊന്നു, ജയിലിൽ പോയി, ജീവപര്യന്തം തടവും കഴിഞ്ഞിറങ്ങിയതാ. എവിടെയോ ഒരു ആ സിനിമയ്ക്കകത്ത് നിന്ന് കിട്ടിയ ഒരു മോഡലിംഗ് നമ്മുടെ മനസ്സിങ്ങനെയാന്നേ. നമ്മുടെ മനസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ഒരു വാക്കാണ് അഡാപ്റ്റബിലിറ്റി. സ്ഥിരമായിട്ട് നമ്മുടെ കണ്ണുകളിലൂടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്നത് എന്തോ, സ്ഥിരമായിട്ട് നമ്മുടെ കാതുകളിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്നത് എന്തോ, അതായിരിക്കും നമ്മുടെ സ്വഭാവം. അതായത് ഈ 2 കണ്ണുകളിലൂടെ സ്ഥിരമായിട്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ ഫീഡ് ചെയ്യുന്നത് പോണോഗ്രാഫി ആണെന്ന് വിചാരിക്കുക. അശ്ലീലം. ഇന്നിപ്പോൾ അശ്ലീലം കാണുക എന്ന് നിർബാധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പോണോഗ്രാഫി അഡിക്ഷൻ, ഈ അശ്ലീലത്തിൻ്റെ അഡിക്ഷനിലൂടെ പോകുന്നവരാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ബ്രെയിനിൽ ഇപ്പം നമുക്കിപ്പം നല്ല ചിക്കൻ ബിരിയാണി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിളമ്പി വെച്ച്, ചൂടോടെയുള്ള ചിക്കൻ ബിരിയാണി, അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ കാഴ്ച നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നു. അതിൻ്റെ കാരണം നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്ത ഡോപ്പമൈൻ എന്നൊരു എൻസൈമാണ്. അപ്പോൾ ഇത് സന്തോഷമുണ്ടാക്കുന്ന, ആവേശമുണ്ടാക്കുന്ന ഒരു ഡോപ്പമൈനാണ്, ഫീൽ ഗുഡ് ഹോർമോണാണ്. അപ്പം നിങ്ങളെന്ത് ചെയ്തു? ആദ്യമായിട്ടൊരു അശ്ലീല ചിത്രം കണ്ടു. അതൊരു ചിത്രമായിരുന്നു. അല്ലെങ്കിൽ റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം ഒരു അശ്ലീല തരത്തിലുള്ള റീൽസ് നിങ്ങളത് കണ്ടു. പെട്ടെന്ന് ഡോപ്പമൈൻ ഉണ്ടായി. നിങ്ങൾക്കൊരു ആവേഗം, ഒരു താല്പര്യം, സന്തോഷം. പിന്നെയും കണ്ടു. ഒരാഴ്ച ഈ ടൈപ്പ് റീല് കണ്ടു കഴിഞ്ഞപ്പം ഈ ടൈപ്പ് റീൽ ഇനിയിപ്പം നിങ്ങൾക്ക് വലിയ കിക്ക് തരുന്നില്ല. അതിൻ്റെ കാരണം എന്താ? സ്ഥിരമായിട്ട് അതിലേക്ക് എക്സ്പോസ്ഡ് ആയപ്പോൾ ഡോപ്പമൈൻ റിലീസ് ചെയ്യുന്നത് കോംപ്രമൈസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ആവേഗം കിട്ടണമെങ്കിൽ
ഇച്ചിരിയും കൂടെ കൂടിയ പോൺ കാണണം, അശ്ലീലം കാണണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇച്ചിരിയും കൂടെ കൂടിയ തരത്തിലുള്ള അശ്ലീലം കാണാൻ തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതും നിങ്ങൾക്ക് വലിയ സംതൃപ്തി തരുന്നില്ല. കാരണം ഈ ഡോപ്പമൈൻ പ്രൊഡക്ഷൻ വീണ്ടും കോംപ്രമൈസായി. അപ്പോൾ നിങ്ങൾ ഇച്ചിരിയുടെ കൂടിയ ഹാർഡ് പോണിലേക്ക് പോയി, വീഡിയോസിലേക്ക് പോയി. പിന്നെ അതുപോലും നിങ്ങൾക്കൊരു ആവേശം തരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് സാധാരണ ലൈംഗികത പോലും ഒരു സുഖം തരുന്നില്ല. അസാധാരണ ലൈംഗികത, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, വയലൻസ് സെക്സ്, അസ്വാഭാവിക ശൈലിയിലുള്ള ലൈംഗികത, ഇതൊക്കെ നിങ്ങൾക്ക് കിക്ക് തരുന്നുള്ളൂ. കുറേ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുപോലും കിക്ക് തരുന്നില്ല. പിന്നെ ഹോമോസെക്ഷുവാലിറ്റി. ഇങ്ങനെ ഒരു കൗമാര മനസ്സിനെ ഒരു വിവാഹപ്രായം ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള മീഡിയ എക്സ്പോഷേഴ്സ് ഏതൊക്കെ രീതിയിലാണ് ബ്രെയിനിനെ വഞ്ചിക്കുന്നത്. ഈ എക്സ്പോഷർ ആ വ്യക്തിക്കുണ്ടാക്കുന്ന ഡാമേജ് എത്ര ഭയാനകമാണ്. ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ ഒരു ചെറുക്കൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ലക്ഷങ്ങൾ മാസശമ്പളമുള്ള അവൻ കല്യാണം കഴിച്ചിട്ട് ആദ്യ രാത്രിയിൽ അവൻ്റെ ഭാര്യ റൂമിലേക്ക് കയറി വരികയാണ്. അർദ്ധരാത്രി കഴിഞ്ഞു. അപ്പോൾ ഇവളിങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇവൻ ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ചൊരു വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ബാ ഇവിടെ ഇരിക്കുക, നമുക്ക് കാണാം. അവളിതിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ. അവൾ പേടിച്ചു പോയി. കാരണം അതുപോലത്തെ വൈകൃതമാണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, 1 മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയിൽ ചെന്ന് അപ്പനെ വിളിച്ചു. ഒരു 25 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് സ്വന്തം വീട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരണം, ഇന്നതാണ് കാര്യം. ഇവൻ്റെ കൂടെ ഇന്ന് രാത്രി താമസിക്കത്തില്ല. അപ്പൻ വരത്തില്ലെന്നാണ് ഇപ്പം ഞാൻ താഴെ ചാടും. അപ്പം പറയും, മോളെ നീ അവിവേകമൊന്നും കാണിക്കില്ല, ഇപ്പം ഞാൻ വരാം. അപ്പൻ ചെല്ലുന്നു. അന്ന് രാത്രി അവിടെ ഭയങ്കര ബഹളം ഉണ്ടാകുന്നു, മോളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇവരാ ചെറുക്കന് ഭ്രാന്തുണ്ട് എന്ന് പറയുന്നു. ഭയങ്കര ഇമോഷണലിസം ആകുന്നു. അത് അവസാനം ഡിവോഴ്സിൽ ചെന്ന് കലാശിക്കുന്നു. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന, ഇല്ലേ, നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നത്തില്ലേ എന്തിൻ്റെ കേടാ? കേട് വേറെ ഒന്നിൻ്റെയും അല്ല. മീഡിയ എക്സ്പോഷറിൽ അവൻ കൃത്യമായ മാർഗനിർദ്ദേശം പാലിച്ചില്ല. നിങ്ങളിന്ന് ഈ മീഡിയ എക്സ്പോഷർ നിങ്ങളുടെ സമയം കൊല്ലുകയും നിങ്ങളുടെ സ്വഭാവത്തെ ഇല്ലാതാക്കുകയും ഈ റൊമാൻസ് തന്നെ ബ്രെയിനകത്തോട്ട് കൊണ്ടുപോയിട്ട് കാണുന്ന ആളുകളെ മുഴുവനും ഒരു റൊമാൻറ്റിക്കായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ, ലൈംഗികമായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തെ തന്നെ ഇത് വല്ലാതെ തെറ്റായി സ്വാധീനിച്ചു. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ നിങ്ങളുടെ പഠിത്തം, സമയം, ഫാമിലി ലൈഫ് എല്ലാം നശിപ്പിച്ചുവെങ്കിൽ ഒരു റീതിങ്കിങ് വേണ്ടേ? കഴിഞ്ഞ ദിവസം തമാശയ്ക്ക് ഒരാൾ പറഞ്ഞ പോലെ, എൻ്റെ ഫോൺ താഴെ വീണ് പൊട്ടി, റിപ്പയർ ചെയ്ത് തരാൻ 3 ദിവസം എടുക്കുമെന്ന് അയാൾ പറഞ്ഞു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പെങ്ങൾ ഗൾഫിൽ പോയത്രേ. പപ്പായ്ക്ക് ഈയിടെയായിട്ട് സുഖമില്ലെന്ന്. കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോൾ ഫോൺ കിട്ടും, അപ്പോൾ എനിക്കിതൊന്നും വീണ്ടും വിഷയമല്ലാതായിക്കോളും. എന്നുവെച്ചാൽ വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന അവൻ അറിഞ്ഞില്ല. കാരണം അവനിതിനകത്തല്ലേ. വേറൊരാളൊരു കഥ പറഞ്ഞു. ഒരിടത്ത് ഒരു കെസിയ ഉണ്ടായിരുന്നു. കെസിയ നല്ല മിടുക്കിയായിരുന്നു, പഠിക്കാൻ മിടുക്കി, എല്ലാ കഴിവുകളുമുണ്ട്. അവൾ 10ാം ക്ലാസ് ജയിച്ചപ്പോൾ അവളുടെ അപ്പൻ പ്രോമിസ് ചെയ്തു, ഞാൻ നിനക്ക് ടച്ച് ഫോൺ വാങ്ങിച്ചു തരാം. അങ്ങനെ അവൾക്ക് ടച്ച് ഫോൺ വാങ്ങിച്ചു കൊടുത്തു. കഥ കഴിഞ്ഞു. അവളുടെ കഥ അതോടെ കഴിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഫോൺ ഉപയോഗിക്കരുതെന്നല്ല, ഞാൻ പറഞ്ഞു വരുന്നത് യൂട്യൂബ് കാണരുതെന്നല്ല, ഞാൻ പറഞ്ഞു വരുന്നത് TV കാണരുതെന്നുമല്ല. നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ 2 കണ്ണുകളിലൂടെയും നിങ്ങളുടെ 2 കാതുകളിലൂടെയും നിങ്ങളുടെ ബ്രെയിനകത്തേക്ക് ഫീഡ് ചെയ്യുന്നത് എന്ത് എന്നും
അത് നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ചിന്താഗതികളിലും നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം. തെറ്റായ സ്വാധീനങ്ങളോട് നോ പറയാനുള്ള ആർജവത്വം കാണിക്കണം. നിങ്ങൾ അശ്ലീലത്തിന് അടിമയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോൺ ടെർമിനേറ്റർ, പോൺ ബ്ലോക്കർ അങ്ങനത്തെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എത്ര സെർച്ച് ചെയ്താലും ഇത്തരം കണ്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടാതെ വരും. നിങ്ങൾ ഈ കാര്യം സ്റ്റോപ്പ് ചെയ്തെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഇത് ഷെയർ ചെയ്യണം. ചിലരൊക്കെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രേരണ കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പം നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾ തന്നെ ഒന്നും കൂടെ ഉറപ്പിക്കുന്നതാകും. അങ്ങനെ ആരോഗ്യകരമായ സ്റ്റെപ്പുകളെടുത്ത്, ക്രിയാത്മകമായ നടപടികളെടുത്ത് മീഡിയ നിങ്ങൾക്ക് തരുന്ന തെറ്റായ സ്വാധീനങ്ങളെ, ശരിയായ സ്വാധീനങ്ങളെ വർദ്ധിപ്പിക്കുകയും തെറ്റായ സ്വാധീനങ്ങളെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാകട്ടെ, ശാന്തമാകട്ടെ. God bless you. Thank you very much.